Hello, welcome to Sense Diary. Dear children, now we have learned about vowels, consonants, digraphs and sentence. From today, we will try to learn about parts of speech, the most important part of basic English grammar. ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയാണ്. ഇംഗ്ലീഷ് ബേസിക് ഗ്രാമറിൻ്റെ അടിസ്ഥാന ഘടകമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. So what is parts of speech? എന്താണ് parts of speech? Parts of speech is one of the 9 types of English words which help us to analyze sentence and understand them. Parts of speech എന്ന് പറയുന്നത് 9 തരം ഇംഗ്ലീഷ് വാക്കുകളാണ്. അത് സെൻറ്റൻസിനെ അനലൈസ് ചെയ്യുന്നതിനും അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുന്നതിനും നമ്മെ സഹായിക്കും. And each type of words have its own job and these words are together called parts of speech. ഓരോ വാക്കുകൾക്കും അവരുടേതായ ജോലിയുണ്ട്. ചിലത് ഇമോഷൻസിനെ കാണിക്കും, ചിലത് പ്രവൃത്തിയെ കാണിക്കും, ചിലത് പേരിനെ കാണിക്കും. അങ്ങനെ ഓരോ വാക്കിനും ഓരോ തരത്തിലുള്ള ജോലിയുണ്ട്. പക്ഷേ ഈ വാക്കുകളെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ചേർത്താണ് നാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. സംടൈംസ് പാർട്സ് ഓഫ് സ്പീച്ച് ആർ കാൾഡ് വേർഡ് ക്ലാസസ്. ചിലപ്പോഴൊക്കെ വാക്കുകളുടെ തരംതിരിവ് എന്നും പാർട്സ് ഓഫ് സ്പീച്ചിനെ നാം പറയാറുണ്ട്. ആൻഡ് ദീസ് വേർഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഈ വാക്കുകൾ. ഓക്കെ, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ 9 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് വിച്ച് ഹെൽപ്പ് us to analyze sentence. ഇനി ഈ 9 തരം വാക്കുകൾ അഥവാ പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ verb, noun, adjective, adverb, preposition, pronoun, interjection, conjunction and determinant. ഈ 9 വാക്കുകളെയാണ് നാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ഇംഗ്ലീഷ് ഗ്രാമർ ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടത് ഒരു വീടിനെ പോലെ ആയിരിക്കണം. അതായത് നമ്മളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇഫ് വി വാണ്ട് ടു ബിൽഡ് എ ഹൗസ് വി യൂസ് കോൺക്രീറ്റ് ടു മേക്ക് ഫൗണ്ടേഷൻ ഓർ ബേസ്, വി യൂസ് ബ്രിക്സ് ടു മേക്ക് വാൾസ്, വി യൂസ് വിൻഡോ ഫ്രെയിം ടു മേക്ക് വിൻഡോസ് ആൻഡ് ഡോർ ഫ്രെയിം ടു മേക്ക് ഡോർവേസ് ആൻഡ് വി യൂസ് സിമെൻറ്റ് ടു ജോയിൻ ഓൾ ടുഗദർ. നമ്മളൊരു വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പം കട്ടയും കമ്പിയും സിമെൻറ്റും എല്ലാം കൂടെ ചേർത്ത് ഈ വീടുണ്ടാക്കുന്നത് പോലെ നമ്മൾ ഒരു വാക്ക് ഉണ്ടാക്കാൻ, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വേർഡ്സും യൂസ് ചെയ്താണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ലൈക്ക് ദാറ്റ് വെൻ വി വാണ്ട് ടു ബിൽഡ് എ സെൻറ്റൻസ് വി യൂസ് ഓൾ ദീസ് വേർഡ്സ് ടു മേക്ക് സെൻറ്റൻസ്. നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഈ എല്ലാ വാക്കുകളും ഉപയോഗിക്കും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? Now let's learn how to identify all these words. ഈ വേർഡ്സിനെയൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഇന്ന് നോക്കാം. And this is only an introduction class to parts of speech. We will learn more about each of these incoming sessions. Okay, now let's learn about noun. What is a noun? Nouns are names of people, place, animals, things, thoughts, in fact anything that could be named. Nouns are names. Nouns എന്ന് പറയുന്നത് എന്താണ്? പേരാണ്. എന്തിൻ്റെ? പീപ്പിൾ, ആൾക്കാരുടെയോ സ്ഥലത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ വസ്തുക്കളുടെയോ തോട്ട്സ്, ഈവൻ എന്തെങ്കിലും ഒരു ചിന്തയ്ക്ക് പേരിട്ട് വിളിക്കാമെങ്കിൽ അതും എന്താണ്? നൗണാണ്. ഇൻഫാക്ട് എനിത്തിങ് ദാറ്റ് കുഡ് ബി നെയിംഡ്, പേരിട്ട് വിളിക്കാൻ പറ്റുന്ന എന്തും എന്താണ്? നൗണാണ്. ലെറ്റ്സ് സീ ദി എക്സാമ്പിൾസ്. Sen, Sina, India, Ball, etc. Sen is the name of a boy, Sina is the name of a girl, India is the name of a country and Ball is the name of a thing. Okay, now let's learn with the help of example. Sen is playing with a ball. Sen എന്ന് പറയുന്ന ആൺകുട്ടി ഒരു ബോൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. Here Sen and ball both are nouns. Sen and ball both are nouns. Okay, understand? Now learn about pronoun. Pronouns are used in place of nouns. Pronouns എന്ന് പറയുന്നത് എന്താണ്? നൗണിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. The words used instead of nouns. The examples are I, you, we, he, she, it, they, etc. Now let's learn with the help of example. Sen is playing with a ball. Sen എന്ത് ചെയ്യാണ്? ഒരു ബോൾ വെച്ച് കളിക്കുകയാണ്. Sen is playing with his friend. അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കുകയാണ്.
ഇവിടെ സെൻ എന്ന് പറയുന്ന നൗണിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ രണ്ടാമത്തെ സെൻറ്റൻസിൽ സെൻ എന്ന് പറയുന്ന നൗണിന് പകരം നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നു? ഹീ എന്ന് പറയുന്ന മറ്റൊരു പദം കൊടുത്തിരിക്കുന്നു. അവൻ, സെൻ എന്ന് പറയുന്ന ആൺകുട്ടിക്ക് പകരം ഹീ എന്ന് പറയുന്ന ഒരു പദം കൊടുത്തിരിക്കുന്നു. ആ വേർഡാണ് pronoun. Pronouns are used in place of nouns. Okay, now let's learn about adjective. Describes a noun or pronoun. Adjectives are the words which describes a noun or pronoun. Noun പേരാണ്, pronoun പേരിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്. പേരിനെയോ പേരിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദത്തെയോ ഏതെങ്കിലും വാക്ക് ഡിസ്ക്രൈബ് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആഡ്ജക്റ്റീവ് എന്ന് പറയും. Okay, now let's see the example. A little boy Sen plays with the red ball. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൻ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക. എന്തുപയോഗിച്ച്? ലിറ്റിൽ ബോയ്. ആൻഡ് ബോൾ എന്ന് പറയുന്ന നൗണിനെ റെഡ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക് ഉപയോഗിച്ചും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ദ ലിറ്റിൽ ബോയ് ആൻഡ് റെഡ് ബോത്ത് ആർ വാട്ട്? ബോത്ത് ആർ adjectives. Okay, now let's learn about verb. വെർബിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വെർബ് ആർ ദി ആക്ഷൻ വേർഡ്സ്. വെർബ് എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. ഷോസ് ആൻ ആക്ഷൻ. ദി എക്സാമ്പിൾസ് ആർ eat, write, play, listen, etc. ഇത്രയും മാത്രമല്ല കേട്ടോ. വാട്ട് എവർ വി ഡു ഈസ് എ വെർബ്. നമ്മൾ എന്ത് ചെയ്താലും അത് വെർബാണ്. സോ സെൻ ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെൻ ഒരു പന്ത് ഉപയോഗിച്ച് കളിക്കുകയാണ്. ഹിയർ ദ ആക്ഷൻ വേർഡ് ഈസ് പ്ലേയിങ് ആൻഡ് ഇറ്റ് ഈസ് എ വെർബ്. വെർബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. ആൻഡ് നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് ആഡ്വർബ്. ആഡ്വർബ് മോഡിഫൈസ് എ വെർബ്. ഒരു പദം വെർബിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആഡ്വർബ്. ഒരു പദം നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ആഡ്ജക്റ്റീവാണ്. വെർബിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആഡ്വർബാണ്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. സെൻ ഈസ് പ്ലേയിങ് പ്രോപ്പർലി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നൗൺ ആണ്, സെൻ ആണ് നൗൺ. പക്ഷെ സെന്നിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പ്ലേയിങ് എന്ന് പറയുന്ന വെർബിനെ കുറിച്ചാണ് ഇവിടെ പ്രോപ്പർലി ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. സോ പ്ലേയിങ് എന്ന വെർബിനെ പ്രോപ്പർലി എന്ന ആഡ്വർബ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. ഹിയർ പ്രോപ്പർലി ഈസ് adverb. ഇനിയൊരു ടിപ്പുണ്ട്. ഇഫ് ദർ ഈസ് ly ആഫ്റ്റർ എനി വേർഡ് ഇറ്റ് വിൽ ബി എ adverb. ly എന്ന പദം ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അവസാനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? adverb ആയിരിക്കും. ഓക്കെ, ക്ലിയർ? നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് prepositions. A word which shows position as the name shows. പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ പൊസിഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ്. ദേ ആർ അറ്റ്, ഓൺ, ഇൻ, ഫ്രം, ഓവർ, ബിറ്റ്വീൻ, അണ്ടർ. ഒരുപാടുണ്ട് കേട്ടോ. ഈ എല്ലാ പാർട്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ച് പഠിക്കുക. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാം. ഇപ്പം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഒന്ന് പഠിക്കുക കേട്ടോ. സെൻ ഈസ് പ്ലേയിങ് അറ്റ് ദ ഗ്രൗണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു സെൻ കളിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് കളിക്കുന്നത്. പൊസിഷനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അറ്റ് ദ ഗ്രൗണ്ട്. ഇപ്പോൾ സെൻ എവിടെയാണുള്ളത്? ഗ്രൗണ്ടിനാണുള്ളത്. അറ്റ് ദ ഗ്രൗണ്ട്. സോ അറ്റ് ഈസ് എ പ്രിപ്പോസിഷൻ. മനസ്സിലായോ? അതായത് എ വേർഡ് വിച്ച് ഷോസ് എ പൊസിഷൻ. ഒരു വേർഡ് പൊസിഷൻ സൂചിപ്പിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? പ്രിപ്പോസിഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? നൗ ഡിറ്റർമൈനർ. A word used in front of noun to refer something specific. എന്തെങ്കിലും ഒരു വേർഡ് നൗണിൻ്റെ മുൻപിൽ ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് നൗൺ സ്പെസിഫിക് ആണെന്ന്, പ്രത്യേകതയുള്ളതാണെന്ന് കാണിക്കാൻ നൗണിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡിറ്റർമൈനർ. ദി എക്സാമ്പിൾസ് ആർ എ, ആൻഡ്, ദി, വൺ, ഫസ്റ്റ്, എവറി. Now let's see an example. The Taj Mahal is a romantic tomb. ഇവിടെ പറഞ്ഞിരിക്കുന്നത് താജ്മഹലിനെ കുറിച്ചാണ്. താജ്മഹൽ എന്താണ്? ഒരു പ്രണയ കുടീരമാണ്. ഇവിടെ താജ്മഹൽ ഈസ് എ റൊമാൻറ്റിക് ടോംബ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. താജ്മഹൽ ഒരു സ്പെസിഫിക്കായ സംഭവമായതുകൊണ്ട് അതിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചേർത്തിട്ടുണ്ട്? ദ താജ്മഹൽ ഈസ് എ റൊമാൻറ്റിക് ടോംബ്. സോ ദി ഈസ് എ ഡിറ്റർമൈനർ. ഓക്കെ, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് conjunction. A word that joins word, sentence, phrase or ideas. ഒരു വാക്ക്
ഏതെങ്കിലും രണ്ട് വാക്കുകളെയോ ഏതെങ്കിലും രണ്ട് സെൻറ്റൻസിനെയോ ഏതെങ്കിലും രണ്ട് ഫ്രേസിനെയോ ഏതെങ്കിലും രണ്ട് ഐഡിയാസിനെയോ രണ്ടെന്നല്ല അതിനപ്പുറമുള്ള എന്തൊക്കെയാണെങ്കിലും അതിനെ ഒരു വേർഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമ്മൾ എന്നാ പറയും? കൺജങ്ഷൻ എന്ന് പറയും. എക്സാമ്പിൾസ് ആർ ആൻഡ്, ഓർ, ബട്ട്, ബിക്കോസ്, എക്സെട്ര. ഇതെല്ലാം എന്നതാണ്? കൺജങ്ഷന് ഉദാഹരണങ്ങളാണ്. Now let's see a sentence. Sen is playing under the tree because it is too hot. Sen എന്ത് ചെയ്യുകയാണ്? ട്രീയുടെ അടിയിൽ കളിക്കുകയാണ്. ഇവിടെ വേറൊരു വാക്കുണ്ട്, ഇറ്റ് ഈസ് ടു ഹോട്ട്, വളരെയധികം ചൂടാണ്. ഈ രണ്ട് വാക്കുകളെ ബിക്കോസ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നാം കൺജങ്ഷൻ എന്ന് പറയുന്നത്. സെൻ ഈസ് പ്ലേയിങ് അണ്ടർ ദ ട്രീ ഒരു വാക്കാണ്, ഇറ്റ് ഈസ് ടു ഹോട്ട് എന്നുള്ളത് മറ്റൊരു വാക്കാണ്. ഈ രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്തെഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ബിക്കോസ് ആണ് കൺജങ്ഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് ഇന്റർജെക്ഷൻ. A word convey emotion. It express feeling followed by an exclamation mark. ഒരു വേർഡ് ഇമോഷനെ കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കുണ്ടാകുന്ന എക്സ്ട്രീമായിട്ടുള്ള എന്തെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിനെ കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാം എന്തു പറയും? അതിനെ ഇൻ്റർജെക്ഷൻ എന്ന് പറയും. അതെപ്പോഴും ഫോളോഡ് ബൈ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയായിരിക്കും അത് വരുന്നത്. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. വൗ, ഔച്ച്, ഹുറേ. ഇതൊക്കെ എന്നാണ്? ഇൻ്റർജെക്ഷന് ഉദാഹരണമാണ്. അലാസ് ഒക്കെ ചേർക്കാൻ കേട്ടോ, കാരണം എക്സ്ട്രീം സന്തോഷവും എക്സ്ട്രീം സങ്കടവും എല്ലാം എന്താണ്? ഇൻ്റർജെക്ഷൻസ് തന്നെ ആണ്. നൗ ലെറ്റ്സ് സീ എ സെൻറ്റൻസ്. വൗ, സെൻ സ്കോർഡ് ദ ഗോൾ. ഇത്ര നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അവൻ എന്തോ ചെയ്തു? ഗോൾ അടിച്ചു. വൗ, സെൻ സ്കോർഡ് ദ ഗോൾ. സോ വൗ ഈസ് എ ഇൻ്റർജെക്ഷൻ. So dear children, try to learn this with the help of your parents and try to watch this again and again. Okay, and we will learn more about all these parts in the coming sessions. And if you like this channel, please subscribe Sense Diary, press the bell icon also. Thank you.